തിരുവനന്തപുരം കടക്കാവൂരിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. തുറച്ചു നോക്കി എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്ന്. ഉമേഷ്, നോക്കിയതിന് മർദ്ദനോ? തീർച്ചയായും അശ്മി, ഇതൊരു റാഗിങ്ങിന്റെ പരിധിയിൽ വരുന്ന കേസാണ്. +2 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് നിൽക്കുകയായിരുന്നു. അത് കടക്കാവൂർ SVHS വിദ്യാർത്ഥികളാണ്. ഇവിടെ ജൂനിയറായി ചേർന്ന +1 വിദ്യാർത്ഥി ജൂലൈ 20-നാണ് ഈ വിദ്യാർത്ഥി ഈ സ്കൂളിൽ പ്രവേശനം നേടിയത്. ഇതിനിടെ ഈ സീനിയർ വിദ്യാർത്ഥികൾ നിന്നപ്പോൾ ബഹുമാനിച്ചില്ല, അവരെ തുറിച്ചു നോക്കി എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. 13 വിദ്യാർത്ഥികൾ, അതിൽ 13 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഈ +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. തറയിലിട്ട് ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു. എന്തായാലും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 വിദ്യാർത്ഥികളുടെ പേരിലും മറ്റ് കണ്ടാൽ അറിയാവുന്ന 10 പേരുടെ പേരിലുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അശ്മി, ആ സ്കൂളിലെ റൂൾ പ്രകാരം അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇടയിലെ റൂൾ പ്രകാരം +2 വിദ്യാർത്ഥികളെ +1 വിദ്യാർത്ഥികൾ അങ്ങനെ നോക്കാൻ പാടില്ലേ? അങ്ങനെ ഉണ്ടോ? അശ്മി, സ്വാഭാവികമായി ഇതൊരു റാഗിങ്ങിന്റെ ഭാഗമായി വരുന്നതാണ്. റാഗിംഗ് നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും. അത്തരത്തിൽ ഈ +2 വിദ്യാർത്ഥികൾ സ്വാഭാവികമായി ഒരു +1 വിദ്യാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ റാഗിങ്ങിന്റെയൊക്കെ ഭാഗമായി ഒരുപക്ഷെ +2 വിദ്യാർത്ഥികളെ കാണുമ്പോൾ ബഹുമാനിച്ചു പോകണമെന്നുമല്ല ആയിരിക്കും ആ +2 വിദ്യാർത്ഥികൾ കരുതിയിരുന്നത്. പലതവണ റാഗിങ്ങിനുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകളും മറ്റുമെല്ലാം നടത്തിയിട്ടും ഈ +2 വിദ്യാർത്ഥികൾ ചെറിയ വിദ്യാർത്ഥികളാണ്. അവരും 18 വയസ്സ് പൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേരുകൾ പറയാൻ കഴിയില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ പലതവണ സ്കൂൾ ഘട്ടങ്ങളിലുമെല്ലാം ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകളെല്ലാം നടത്തിയ ശേഷമാണ് ഈ +1 അഡ്മിഷൻ എല്ലാം ഇത്തവണ നടത്തിയത്. എന്നിട്ട് പോലും ഇവർ ഈ വിദ്യാർത്ഥികളെ +2 തന്റെ അനിയനാകാൻ പ്രായമുള്ള വിദ്യാർത്ഥികളെ 13 പേർ ചേർന്ന് ക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടി ഈ 13 വിദ്യാർത്ഥികൾക്ക് എതിരെയും ഉണ്ടാകും. അശ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.